Hello, this is Priyanka from Pinky Vlogs. Welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണ്. ഇതിനായി വേണ്ടത് ബോൺലെസ് ആയ ചിക്കൻ പീസുകളാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 3 സ്പൂൺ മൈദയും 2 സ്പൂൺ കോൺഫ്ലോറും ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും ഉപ്പും പിന്നെ നിറത്തിനായി കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ചിക്കൻ വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാൻ നോക്കണം. കാരണം ഇതിൽ മൈദ ചേർത്തുകൊണ്ട് നമ്മൾ എല്ലാം കൂടി 2-3 എണ്ണൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് നമുക്കത് കോരാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് കോട്ട് ചെയ്തിരിക്കുന്ന എല്ലാ മസാലാസും വെറുതെ ആയി പോവും. അപ്പോൾ ഓരോന്നായിട്ട് ഒരു സ്പൂണിൽ ഓരോന്നായിട്ട് എടുത്തിടുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഓരോന്നായിട്ട് എടുത്തിടുകയോ ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ വേണം തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാനായിട്ട്. എന്നാലേ നല്ലോണം ചിക്കനൊക്കെ നന്നായി വേവുള്ളൂ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് വറുത്ത് കോരി വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ഇല്ലാത്തൊരു ഓയിൽ ഉപയോഗിക്കുക, പക്ഷെ ബട്ടർ തന്നെയാണ് ഇതിൻ്റെ സ്വാദ്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് ആ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ ഹണി ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂണ് ഹണി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഈ ഹണി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഗ്ലേസിങ് കിട്ടും. ചിക്കനിൽ ഒരു തിളക്കം ഉണ്ടാവുന്നത് തന്നെ ഈ ഹണിയുടെ ഇതിലാണ്. പിന്നെ കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു കളറും ഇതും ചിക്കനും തമ്മിൽ നല്ലോണം മിക്സ് ആയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മുടെ രുചിയൊക്കെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരിത്തിരി വിനാഗിരി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഫൈനൽ സ്റ്റേജിലേക്കായിരിക്കുന്നു. അപ്പൊ ഗാർണിഷിനായി നല്ല കുറച്ച് ചെറിയ വലിപ്പത്തിന് സവോള അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടോട് കൂടി നല്ല പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം എൻ്റെ വക ഒരു ഡെക്കറേഷൻ ആയിട്ട് നല്ല വെള്ള എള്ള് ചേർത്ത് കൊടുത്താൽ നമ്മൾ കടകളിലും ഹോട്ടലിലൊക്കെ പോയി നമ്മൾ ഹണി ചിക്കൻ ഓർഡർ ചെയ്യുമ്പോൾ അവര് ഈ കാണുന്ന ഒരു ഭംഗി വെക്കുന്നത് ഈ ഗാർണിഷിൽ തന്നെയാണ്. ടേസ്റ്റ് ഒക്കെ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കണതിൻ്റെ സെയിം ടേസ്റ്റ് ആണ്. അപ്പൊ പ്ലേറ്റിൽ വിളമ്പി വെക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗി കിട്ടുന്നത് തന്നെ ഇവരുടെ ഈ ഡെക്കറേഷൻ കാരണം നമ്മളെ എല്ലാവരെയും കുട്ടികളെയും വരെ അട്രാക്ട് ചെയ്യണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ആയിട്ടുള്ള ഐറ്റംസ് പറയുന്നത്. ഈ സവോളയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഫൈനലി സവോളയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ എടുത്ത് കടിക്കുമ്പോൾ ഈ സവോളയും കൂടി കൂട്ടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെള്ള എള്ള് ചേർത്ത് കൊടുക്കാൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വെള്ള എള്ള് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്വാദ് നമ്മൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിക്കുന്ന ഹണി ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എന്നും ഒരേപോലെ ചിക്കൻ കറി വെക്കാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. അത്ര ടേസ്റ്റ് ആണ്. ശരിക്കും ഇത് കാണുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ഒക്കെ ആയി വെക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ സംഭവമൊക്കെ വെച്ച് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഇന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ചേർക്കണം. അപ്പൊ ഇത് ട്രൈ ചെയ്ത് എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണം. ചെയ്തെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കണം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ അറിയുന്നവർക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. ഇന്ന് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. അപ്പൊ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ റെഡി ആയിരിക്കുന്നു. നല്ല തേനൊക്കെ ഒഴിച്ച അടിപൊളി ചിക്കനാണ്. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഡെക്കറേഷനാണ് ഈ വെള്ള എള്ള് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം. ഓക്കെ, സൂപ്പർ, കിടു, അടിപൊളി സാധനം കേട്ടോ. അയ്യോ, എനിക്ക് ഇത്ര നന്നായി ഉണ്ടാക്കാൻ അറിയുമോ ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വലിയൊരു ഷെഫായിരിക്കുന്നു ഗൈസ്, ഷെഫായിരിക്കും. ഉണ്ടാക്കി അപ്പൊ അടിപൊളി. ഞാൻ എന്നെ പുകഴ്ത്താന്ന് പറയുന്നത് സൂപ്പറാ. വേണമെങ്കിൽ നമുക്ക് ഒരാളും കൂടി വിളിക്കാം. ബാബാ ബാബാ, നോക്ക് എങ്ങനെയുണ്ട് ഷെഫ്? രസല്ലേ? ചിക്കൻ വറുത്തത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇത് അടിപൊളി വെറൈറ്റി സാധനം. നോക്കി കാണുമ്പോ നോക്കി നമ്മള് പാനിൽ മുങ്ങിയിരിക്കണ മാതിരി, പാനിൽ ഇങ്ങനെ ഗ്ലേസ് ആയിട്ടിരിക്കണ, അതാണ് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. അപ്പൊ എല്ലാവരും പരീക്ഷ സിമ്പിൾ ആണ് കേട്ടോ. ഈ കാണുന്ന മാതിരി ഒന്നല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാതിരിക്കണം. അപ്പൊ അടിപൊളി സാധനമാണ്, നല്ല രസമുണ്ട്. ഒക്കെ തിന്ന് തീർക്കുമ്പോ ഞാൻ സൂപ്പർ 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 സൂപ്പർ.